Welcome back to Arts Tech Tutorials. Signatures. Common Course English 3rd Semester UG Program, Calicut University. Students, this is the second tutorial video session of the chapter Letter to Adolf Hitler. In the previous session, we discussed a great part from the introduction area. The link to the previous session is added in the description box. You should watch the first part to get a good picture on those two personalities, Gandhi and Hitler. Let's move on to the rest of the introduction part. See. So this is the continuation of the first part. So this is the final paragraph which is written in your textbook, that is page number 135-135. This letter assumes significance in contemporary times when violence against humanity continues in many ways. Next sentence. This letter, which Gandhi wrote to Hitler, raises his genuine concerns for the sake of humanity. The letter, written during the Second World War after Germany's occupation of Czechoslovakia, is a plea to stop the war. സോ ഈ സെൻറ്റൻസസ് ഇനി വരുന്ന സെൻറ്റൻസുകൾ കുറച്ച് സെൻറ്റൻസുകളൊക്കെയും നമ്മുടെ ലെറ്ററിനുള്ളൊരു ആമുഖമായിട്ട് ടെക്സ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതേ സെൻറ്റൻസസ് ആണ് ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കഴിയുന്ന സെൻറ്റൻസസ് കാണാതെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ട്രൈ ടു ലേൺ ഇറ്റ്. ഓക്കെ. സോ ദിസ് ലെറ്റർ അസ്യൂംസ് സിഗ്നിഫിക്കൻസ് ഇൻ കണ്ടംപററി ടൈംസ്. കണ്ടംപററി ടൈംസ് മീൻസ് സമകാലിക സമയത്ത്, ഈ സമയത്ത് പ്രസൻറ്റ് ഈ ലെറ്ററിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം പലതരത്തിൽ ഇൻ മെനി വേയ്സ് പലതരത്തിൽ മനുഷ്യവംശത്തിന് എതിരായിട്ട് ക്രൂരകൃത്യങ്ങൾ ഇവിടെ നടമാടുന്നുണ്ട്. സോ ഈ ലെറ്റർ അതിൻ്റേതായ ഒരു കാലിക പ്രസക്തി ഉണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ദിസ് ലെറ്റർ വിച്ച് ഗാന്ധി റോട്ട് ടു ഹിറ്റ്ലർ raises his genuine concerns for the sake of humanity. അപ്പോൾ ഗാന്ധിജി ഹിറ്റ്ലർക്ക് എഴുതിയ ഈ കത്തിൽ മനുഷ്യവംശത്തിനോടുള്ള തൻ്റെ അകമഴിഞ്ഞ സ്നേഹവും ഉത്കണ്ഠയും, കൺസേൺസ് മീൻസ് ഉത്കണ്ഠകൾ, തൻ്റെ യഥാർത്ഥമായ ഉത്കണ്ഠകൾ, ആകുലതകളാണ് ഇതിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. ഓക്കെ. മനുഷ്യവംശത്തോടുള്ള തൻ്റെ ഉത്കണ്ഠകൾ, അത് മനുഷ്യവംശത്തോടുള്ള തൻ്റെ ഉത്കണ്ഠകളാണ് ഇതിൽ ഹിറ്റ്ലർക്ക് എഴുതിയ കത്തിൽ അധികമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. So next sentence, the letter written during the Second World War after Germany's occupation of Czechoslovakia is a plea to stop the war. സോ ഇവിടെ പറയുന്നത് ഈ ലെറ്റർ, നമ്മുടെ ഗാന്ധിജി ഹിറ്റ്ലർക്ക് എഴുതിയ ലെറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജർമ്മനി ചെക്കോസ്ലോവേക്യെ ഇൻവേഡ് ചെയ്തതിന് ശേഷം, അതായത് ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷമാണ് ഗാന്ധിജി ഈ ലെറ്റർ എഴുതുന്നത്. അതായത് ചെക്കോസ്ലോവേക്യെ ജർമ്മനി ഓക്യുപ്പൈ ചെയ്യുന്നത്, ഇൻവേഡ് ചെയ്യുന്നത് 1938-39 ടൈമിലാണ്, ആ ഒരു കാലഘട്ടത്താണ്. അപ്പോൾ ആ സമയത്തിന് ശേഷമാണ് ഗാന്ധിജി ഈ കത്തെഴുതുന്നത് ആക്ച്വലി ഡിസംബർ 1940. ഓക്കെ. സോ ആ സമയത്ത് ഗാന്ധിജി ഈ കത്തിൽ ഹിറ്റ്ലറോട് ഒരു അപേക്ഷ എന്നുള്ള രീതിയിൽ, അതായത് യുദ്ധം നിർത്തൂ എന്ന് അപേക്ഷിക്കുന്ന രീതിയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഹിയർ ദർ ഈസ് എ വേർഡ് കോൾഡ് പ്ലീ, PLEA. പ്ലീ മീൻസ് റിക്വസ്റ്റ് എന്നാണ്. സോ ഇൻ ദിസ് ലെറ്റർ ഗാന്ധിജി റിക്വസ്റ്റഡ് ഹിറ്റ്ലർ ടു സ്റ്റോപ്പ് ദ വാർ. ഓക്കെ. യുദ്ധം നിർത്തൂ എന്നുള്ളൊരു അപേക്ഷ പോലെയാണ് ഈ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. മൂവിങ് ഓൺ ടു എ ഫ്യൂ മോർ സെൻറ്റൻസസ്. Gandhi mentions his method of non-violence, which he strongly believes is the best form of resistance. So ഈ കത്തിൽ, ഹിറ്റ്ലർക്ക് എഴുതിയ ഈ കത്തിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നുണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ. ഒന്ന്, ഹിസ് മെത്തഡ് ഓഫ് നോൺ വയലൻസ് അഹിംസ എന്നുള്ള തൻ്റെ മാർഗം, താൻ ഏറ്റവും അധികമായിട്ട് വിശ്വസിക്കുന്ന പ്രതിരോധത്തിന്, ശത്രുക്കളെ ഏറ്റവും അധികം പ്രതിരോധിക്കുവാനായിട്ട്, തോൽപ്പിക്കുവാനായിട്ട് താൻ വിശ്വസിച്ചിരുന്ന, താൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാർഗമായ അഹിംസയെക്കുറിച്ച് ഗാന്ധിജി ഹിറ്റ്ലറോട്
നല്ല രീതിയിൽ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, ഹി റോട്ട് 2 letters to Hitler, both of which were not delivered to him as they were intercepted by the British government. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടോട്ടൽ ആകെ ഗാന്ധിജി 2 കത്തുകളാണ് ഹിറ്റ്ലർക്ക് ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ രണ്ടും ദേ വെർ നോട്ട് ഡെലിവേർഡ് ടു ദ റൈറ്റ് പേഴ്സൺ. ഇത് റൈറ്റ് പേഴ്സൺ ആയ ഹിറ്റ്ലറുടെ കരങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ലായിരുന്നു. ബിക്കോസ് ദേ വെർ ഒബ്സ്ട്രക്റ്റഡ് ഓർ പ്രിവെൻറ്റഡ്. ഇന്റർസെപ്റ്റഡ് മീൻസ് പ്രിവെൻറ്റഡ് ഓർ ഒബ്സ്ട്രക്റ്റഡ്. അതിന് തടയപ്പെട്ടു ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ കത്തുകളെ കണ്ടെത്തുകയും അതിനെ നിർദ്ദിഷ്ട കരങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്നും അതിനെ തടയുകയാണ് ചെയ്തത്. സോ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ കത്തുകൾ രണ്ടും ഹിറ്റ്ലറുടെ പക്കൽ എത്തിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ലെറ്റർ വാസ് റിട്ടൺ പ്രയർ ടു ഹിറ്റ്ലേഴ്സ് ഇൻവേഷൻ ഓഫ് പോളണ്ട് വിച്ച് മാർക്സ് ദ ബിഗിനിങ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഇതിൽ പറയുന്നത് വേറൊന്നുമില്ല, ആദ്യത്തെ കത്തിന് എപ്പോഴെഴുതി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കത്ത് എഴുതിയത് ഹിറ്റ്ലറുടെ ഇൻവേഷൻ ഓഫ് പോളണ്ട്, അതായത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോസ്, ഞാൻ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ സെഷനിൽ പറഞ്ഞിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഇൻവേഷൻ ഓഫ് പോളണ്ട് ആയിരുന്നു. അപ്പോൾ പോളണ്ടിനെ കീഴ്പ്പെടുത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഹിറ്റ്ലർക്ക് ഒരു കത്ത് ഗാന്ധിജി എഴുതിയിരുന്നു. ഓക്കെ, ആ കത്തും ബ്രിട്ടീഷ് ഗവൺമെൻറ് കണ്ടെത്തുകയും അത് ഹിറ്റ്ലറുടെ കൈകളിൽ എത്തുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. ഓക്കെ, സെക്കൻഡ് ലെറ്ററാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്ററിൽ പറയുന്ന കാര്യമാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. അതായത് ഗാന്ധിജി ഹിറ്റ്ലർക്ക് എഴുതിയ ആദ്യത്തെ കത്തിൽ, ഇൻ ദാറ്റ് ലെറ്റർ, താൻ എഴുതിയ ആദ്യത്തെ കത്തിൽ ഗാന്ധി പ്ലേസസ് ദ ഓണസ് മീൻസ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ഓൺ ഹിറ്റ്ലർ to prevent a massive war that will reduce humanity to a savage state. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യവംശത്തെ ഒരു ഏറ്റവും സാവേജ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ, അതായത് ഏറ്റവും ക്രൂരമേറിയ ഒരു പൊസിഷനിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വപ്പെട്ട ആൾ ഹിറ്റ്ലർ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള യുദ്ധങ്ങൾ, അത്തരത്തിലുള്ള അനിയന്ത്രിതമായ സാഹചര്യങ്ങളെ തടയുവാനായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഹിറ്റ്ലർ നേരിട്ട് ഇറങ്ങുകയും അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഗാന്ധിജി അത് ശക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി എ സ്മോൾ ലെറ്റർ. അത് കുറച്ച് സെൻറ്റൻസസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു. ആ കത്തിൻ്റെ ഒരു ഇമേജ് ഞാൻ ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഒരു സ്ലൈഡിൽ ഞാനത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ സം മോർ സെൻറ്റൻസസ്. നെക്സ്റ്റ്, see, he urges Hitler to take a recourse to an international tribunal for an amicable settlement of the issue at stake. So, എന്നിട്ട് കത്തിലൂടെ ഗാന്ധിജി പറയുന്നത് ഒരു അന്തർദേശീയ രാജ്യാന്തര ട്രൈബ്യൂണൽ, ഒരു രാജ്യാന്തര കോടതിയിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന്, ഒരു പരിഹാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഹിറ്റ്ലർ മുന്നോട്ട് വരണം എന്നാണ് ഇദ്ദേഹം കത്തിലൂടെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് സ്ലൈഡ് യു ക്യാൻ സീ ഒരു ആദ്യം ഹിറ്റ്ലർക്ക് ആദ്യം അയച്ച കത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഡേറ്റും വളരെ കുഞ്ഞ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ട്, വളരെ സ്മാൾ ഫിഗേഴ്സാണത്. 23/7/1939. ഓക്കെ, 1939 ഫസ്റ്റ് ലെറ്റർ എഴുതിയത്. സെക്കൻഡ് ലെറ്റർ എഴുതുന്നത് 1940 December 24 എഴുതുന്നത്. എനിവേ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെറ്റർ, ദ content, the text of the letter. Okay, letter to Adolf Hitler, Asset Wartha, December 24, 1940. സോ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് അവിടെ പ്ലേസ് നെയിം ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ലെറ്ററിൻ്റെ ഒഫീഷ്യാലിറ്റി നമുക്കറിയാമല്ലോ, പ്ലേസ് നെയിം, ഡേറ്റ് ഒക്കെ. അപ്പോൾ അതെല്ലാം അവിടെ കൃത്യമായിട്ട് ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. സോ അസറ്റ് വാർത്ത, ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിസ്ട്രിക്ട് ഇൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ്. മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ഡ്യൂറിങ് ഗാന്ധിസ് ഇറ ദാറ്റ് പ്ലേസ് വാസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് കോട്ടൺ തുണികൾക്ക് ഒക്കെ വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിരുന്നു അത്, ഈ പറയുന്ന ആ ഡിസ്ട്രിക്റ്റ്. December 24, 1940 ഈ കത്ത് എഴുതിയത്. സോ ക്രിസ്മസ് ദിന തലേന്നാണ് ഈ കത്ത് ഹിറ്റ്ലർക്ക് ഗാന്ധിജി എഴുതുന്നത്. സോ ദ ലെറ്റർ സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. Dear friend, that I address you as a friend is no formality. I own no force.
My business in life has been for the past 33 years to enlist the friendship of the whole humanity by befriending mankind irrespective of race, color or creed. See, സോ ഗാന്ധിജി ലെറ്റർ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന അഭിസംബോധന ചെയ്യുന്നത് വളരെ സൗഹൃദപരമായ നിലയിലാണ്, ഒരു അൺഒഫീഷ്യലായിട്ട്. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ സെൻറ്റൻസുകൾ തന്നെ പറയുന്നത്. ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തേ എന്നുള്ള രീതിയിലാണ് ഹിറ്റ്ലറെ ഗാന്ധിജി അഭിസംബോധന ചെയ്ത് തുടങ്ങുന്നത്. അല്ലാതെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലല്ല ഗാന്ധിജി എഴുതുന്നത്. അതായത് പറയുന്നത് ദർ ഐ അഡ്രസ് യു ആസ് എ ഫ്രണ്ട് ഇസ് നോ ഫോർമാലിറ്റി. സോ ഒരു ഔദ്യോഗികതയും ഇല്ലാതെ, ഒരു ഔദ്യോഗിക പരിവേഷമില്ലാതെ ഞാൻ നിങ്ങളെ സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതട്ടെ, തുടങ്ങട്ടെ. ഐ വോണ്ട് നോ ഫോ മീൻസ് എനിമി എന്നാണ്. ഐ ഹാവ് നോ എനിമീസ്. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്കൊരു എനിമിയും ഇല്ല, ഒരു ശത്രുക്കളും എനിക്കില്ല. സോ യു ആർ നോട്ട് അറ്റ് ഓൾ വൺ ഓഫ് മൈ എനിമീസ് എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഒരു ശത്രുവും എനിക്കില്ല, നിങ്ങളും എൻ്റെ ശത്രുവല്ല. മൈ ബിസിനസ് ഇൻ ലൈഫ് ഹാസ് ബീൻ ഫോർ ദ പാസ്റ്റ് 33 years. അപ്പോൾ സെൻറ്റൻസ് വായിച്ചു. സോ കഴിഞ്ഞ എൻ്റെ 33 വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏർപ്പാട്, ബിസിനസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗഹൃദം. അപ്പോൾ എൻ്റെ സൗഹൃദ ലിസ്റ്റിലേക്ക് മനുഷ്യവംശത്തിലെ ഓരോ മനുഷ്യരെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ബിസിനസ്. ഇറസ്പെക്റ്റീവ് റേസ്, കളർ ഓർ ക്രീഡ്, അതായത് വർണ്ണ, മത അല്ലെങ്കിൽ വിശ്വാസ വ്യത്യാസമന്യേ, അതായത് ഒരു വ്യക്തി അവൻ ഏത് വർഗമെന്നോ അല്ലെങ്കിൽ ഏത് നിറമാണെന്നോ അല്ലെങ്കിൽ അവൻ ഏത് വിശ്വാസമാണ് പാലിച്ചു വരുന്നതെന്നോ നോക്കാതെ ഓരോ മനുഷ്യനെയും എൻ്റെ സൗഹൃദ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 33 വർഷമായിട്ട് എൻ്റെ ബിസിനസ്, എൻ്റെ ഏർപ്പാട്. Okay, so that is actually my function that have been following as a part of my daily routine. I am actually enlarging the list of my friendship. ഓക്കെ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റ് ഞാൻ ഡേ ബൈ ഡേ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, കളർ ഓർ creed. Next sentence. So the letter continues in this way. തൊട്ടടുത്ത സെന്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. You can see it. I hope you will have the time and desire to know how a good portion of humanity who view living under the influence of that doctrine of universal friendship view your action. See, it's actually a lengthy sentence. കുഞ്ഞ് നീളത്തിലുള്ള സെൻറ്റൻസ് ആണ്, ഒരു ലെങ്തി സെൻറ്റൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ യു വിൽ ഗെറ്റ് ദ ഐഡിയ വെരി ഈസിലി. ഇവിടെ പറയുന്നത്, അതായത് ആഗോള സൗഹൃദം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം, ആഗോള സൗഹൃദം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം, അതായത് ഈ ലോകത്തിൽ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം എങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ താങ്കൾ, അതായത് ഹിറ്റ്ലറായ നിങ്ങൾ അല്പസമയം വിനിയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആഗോള സൗഹൃദം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം എങ്ങനെയാണ്, വലിയൊരു ജനവിഭാഗം, ഈ ഭൂമിയിലെ വലിയൊരു ജനവിഭാഗം ആഗോള സൗഹൃദം എന്ന് പറയുന്ന ആ ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. ആഗോള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനത എങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തിയെ നോക്കിക്കാണുന്നത് എന്ന് ആര് ചിന്തിക്കുക? നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ് ഈ വലിയൊരു ജനവിഭാഗം എൻ്റെ പ്രവൃത്തികളെ നോക്കിക്കാണുന്നത്? ശരിയായിട്ടാണോ അവർ നോക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അവരെന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരെൻ്റെ പ്രവൃത്തികളെ നോക്കുന്നത് എന്ന് നിങ്ങളൊന്ന് സമയം കൊടുത്ത് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യണം. We have no doubt about your bravery or devotion to your fatherland. Nor do we believe that you are the monster described by your opponents. സോ ഇവിടെ ഗാന്ധിജി അദ്ദേഹത്തെ ഒന്ന് പ്രൈസ് ചെയ്യുകയാണ്. സോ ഇതാണ് ഗാന്ധിജിയുടെ ഒരു ടെക്നീക്ക് അല്ലെങ്കിൽ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
വളരെ തന്ത്രപരമായിട്ട് ഈ ലെറ്റർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, വി ഹാവ് നോ ഡൗട്ട് അബൌട്ട് യുവർ ബ്രേവറി ഓർ ഡിവോഷൻ ടു യുവർ ഫാദർ ലാൻഡ്. നിങ്ങളുടെ രാജ്യത്തോടുള്ള നിങ്ങളുടെ അകമഴിഞ്ഞ അർപ്പണ മനോഭാവവും ധീരതയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വിച്ച് മീൻസ് യു ഹാവ് സോ മച്ച് ബ്രേവ് ആൻഡ് ഡിവോഷൻ ടു യുവർ കൺട്രി, യുവർ നേഷൻ. നിങ്ങളുടെ ദേശത്തോടുള്ള ദേശീയത എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ചിന്തയോട് തീർച്ചയായിട്ടും ഞങ്ങൾ യോജിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വളരെ ധീരനാണ് നിങ്ങൾക്ക് അർപ്പണ മനോഭാവമുള്ള വ്യക്തിയാണ്. നോ ഡു വി ബിലീവ് ദാറ്റ് യു ആർ ദ മോൺസ്റ്റർ. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ശത്രുക്കളൊക്കെ പറയുന്നത് പോലെ ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് യു ആർ എ മോൺസ്റ്റർ എന്നാണ്. മോൺസ്റ്റർ മീൻസ് ഒരു രാക്ഷസൻ. ഒരിക്കലും നിങ്ങളുമായിട്ട് ഒട്ടും അടുക്കുവാൻ കഴിയാത്തൊരു രാക്ഷസനാണ്, നിർദ്ദയനാണ് എന്ന് നിങ്ങൾ ശത്രുക്കൾ പറയാറുണ്ട്. പക്ഷേ വി ആർ നോട്ട് അറ്റ് ഓൾ ബിലീവിങ്, ഐ ആം നോട്ട് അറ്റ് ഓൾ ബിലീവിങ് ദാറ്റ് യു ആർ എ മോൺസ്റ്റർ. നിങ്ങളൊരു നിർദ്ദയനാണ്, ഒട്ടും ദയയില്ലാത്തവനാണ്, ക്രൂരനാണ് എന്നൊരിക്കലും ഞാൻ കരുതുന്നില്ല. നിങ്ങളെ ശത്രുക്കൾ ഒരു പക്ഷെ പറയുന്നുണ്ടാകും, പക്ഷേ ഐ ആം നോട്ട് അറ്റ് ഓൾ ബിലീവിങ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ഗാന്ധിസ് ടാക്ടിക്സ്. ഒരു സൂത്രത്തിലൂടെ കാര്യം മുന്നോട്ട് പോകുകയാണ്. ആക്ച്വലി ഗാന്ധിജിക്ക് പറയണം എന്താ, യു ആർ ആക്ച്വലി എ മോൺസ്റ്റർ വൺ, അല്ലെങ്കിൽ മോൺസ്ട്രസ്, യുവർ ഡീഡ്സ് ആർ മോൺസ്ട്രസ്. നിങ്ങളൊരു രാക്ഷസനാണെന്ന് പറയാതെ ഇവിടെ ഗാന്ധിജി പറഞ്ഞു ഒപ്പിക്കുകയാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് സി, but your own writings and pronouncements and those of your friends and admirers leave no room for doubt that many of your acts are monstrous and unbecoming of human dignity. അവിടെ ഗാന്ധിജി ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ പറയുകയാണ്. വിച്ച് മീൻസ് ബട്ട് യുവർ ഓൺ റൈറ്റിങ്സ് നിങ്ങളുടെ എഴുത്തുകൾ, എന്നാൽ പക്ഷേ നിങ്ങളുടെ റൈറ്റിങ്സ് ആൻഡ് പ്രൊനൗൺസ്മെൻറ്റ്സ് മീൻസ് യുവർ സ്പീച്ചസ്, നിങ്ങളുടെ എഴുത്തുകളും നിങ്ങളുടെ സംസാരങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, നിങ്ങളുടെ കൂട്ടുകാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ എഴുത്തുകളും അവരുടെ പ്രവൃത്തികളും അവരുടെ സംസാരങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആക്ട്സ്, ACTS, ആക്ട്സ് മീൻസ് പ്രവർത്തികൾ. സോ മോൺസ്ട്രസ് മീൻസ് രാക്ഷസീയമാണ്, അല്ലെങ്കിൽ സോ ക്രൂവൽ, സോ വൈൽഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ മൃഗീയമാണ്, വളരെ ക്രൂരമാണ്. ആൻഡ് അൺബിക്കമിങ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി മീൻസ് അന്തസ് അല്ലെങ്കിൽ അഭിമാനം. അതായത് മനുഷ്യത്വത്തിന് പൂർണ്ണമായിട്ടും തീർത്തും എതിർത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, മനുഷ്യ അന്തസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ നോട്ട് അറ്റ് ഓൾ എ മോൺസ്റ്റർ. നിങ്ങളൊരു രാക്ഷസനൊന്നും അല്ല കേട്ടോ. ശത്രുക്കൾ പറയുന്നത് യു ആർ എ മോൺസ്റ്റർ, ബട്ട് ഐ ആം നോട്ട് ബിലീവിങ് ദാറ്റ് യു ആർ എ മോൺസ്റ്റർ. ബട്ട് നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ എഴുത്തുകളും ഒക്കെയും എന്തായിക്കൊണ്ടിരിക്കുകയാണ്? മോൺസ്ട്രസ് ആൻഡ് അൺബിക്കമിങ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യ അന്തസ്സിന് എതിരായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുകയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ഡേ ബൈ ഡേ യു ആർ ഡൂയിങ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് മെൻ ലൈക്ക് മീ ഹു ബിലീവ് ഇൻ യൂണിവേഴ്സൽ ഫ്രണ്ട്ലിനെസ്. ആഗോള സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന എന്നെപ്പോലൊരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രവൃത്തികളെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. Such are your humiliation of Czechoslovakia, the rape of Poland and the swallowing of Denmark. സോ ചില ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ചില എക്സാമ്പിൾസിലൂടെ, ചില ഉദാഹരണങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത്. നിങ്ങൾ നോക്കൂ, ചെക്കോസ്ലോവേക്കിയ നിങ്ങൾ ചെയ്തത് എന്താണ്? ചെക്കോസ്ലോവേക്കിയ ആക്ച്വലി ജർമ്മനി 1938-39 കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുകയാണ്. നെക്സ്റ്റ് ദ റേപ്പ് ഓഫ് പോളണ്ട് ആണല്ലോ ഞാൻ പറഞ്ഞു, ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. 1939 പോളണ്ടിനെ കീഴ്പ്പെടുത്തുകയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചെക്കോസ്ലോവേക്കിയയിലെ പോളണ്ടിലെയൊക്കെ ജൂതന്മാരെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടക്കൊലപാതകം നടത്തുകയാണ്, ഹോളോകോസ്റ്റൊക്കെ അവിടെ നടത്തുകയാണ്. സോ ചരിത്രത്തിൻ്റെ താളുകളിൽ അത് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ദയനീയമായിട്ടുള്ള ചിത്രങ്ങളാണ് ഈ സമയത്ത് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആൻഡ് സ്വാലിംഗ് ഓഫ് ഡെൻമാർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് കീഴടക്കിയ ഒരു രാഷ്ട്രമാണ് ഡെൻമാർക്ക്. ഏപ്രിൽ 1940 വളരെ പെട്ടെന്ന് നനച്ചിരിക്കാത്ത വേളയിൽ അതിക്രമിച്ചു കയറി ഡെൻമാർക്കിനെ എന്ത് ചെയ്യാണ്? പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തത്. സോ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഉദാഹരണത്തിലൂടെ പറയുകയാണ്, യുവർ ആക്ഷൻസ് ആർ സോ മോൺസ്ട്രസ്. വളരെ നിർദ്ദയമായിരുന്നു അല്ലെങ്കിൽ രാക്ഷസീയമാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് സി, എന്താണ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്, എഴുതിയത്?
I am aware that your view of life regards such spoliations as virtuous acts. വേർച്വസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നുള്ളത്, അതിന് ശരിയായ പ്രവൃത്തികൾ എന്നാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ നോക്കിക്കാണുന്നത് സ്പോളിയേഷൻസ് മീൻസ് പ്ലണ്ടറിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക, ഇത്തരത്തിലുള്ള നശീകരണ പ്രവൃത്തികളെ നിങ്ങൾ കാണുന്നത് വളരെ വേർച്വസ് ആയിട്ടുള്ള ആക്റ്റുകളായിട്ടാണ്. വേർച്വസ് മീൻസ് ഗുഡ് ആൻഡ് റൈറ്റ്യസ്, വളരെ നന്മയുള്ള പ്രവൃത്തികളായിട്ടാണ് നിങ്ങൾ ഇത്തരം പ്രവൃത്തികളെ നോക്കിക്കാണുന്നത്. ബട്ട് we have been taught from childhood to regard them as acts degrading humanity. But at the same time, we means actually ഗാന്ധിജിയും എൻ്റെ ഫോളോവേഴ്സും എൻ്റെ കൂടെ ഉള്ളവരുമൊക്കെ ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് വി ഹാവ് ബീൻ ടോട്ട്, ഞങ്ങളുടെ ബാല്യകാലം മുതൽക്കേ പഠിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ദീസ് ആക്ട്സ് ആർ ആക്ച്വലി എന്താണ്, ഡീഗ്രേഡിങ് ഹ്യൂമാനിറ്റി. ഡീഗ്രേഡിങ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഗ്രേഡിങ് മീൻസ് അപമാനിക്കുക അല്ലെങ്കിൽ അവഹേളിക്കുക, ബിലിറ്റിംഗ് എന്ന് പറയാൻ സാധിക്കും. മനുഷ്യവംശത്തെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് ഇത്തരം പ്രവൃത്തികൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. സോ ദീസ് ദീസ് ആക്ട്സ് ആർ ആക്ച്വലി എഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ആക്ട്സ് ഏതൊക്കെ ആക്ട്സാണ് പറഞ്ഞത്? ചെക്കോസ്ലോവേക്കിയയെ, പോളണ്ടിനെ, ഡെൻമാർക്കിനെയൊക്കെ നശിപ്പിച്ച അത്തരം പ്രവൃത്തികൾ. സോ ഹെൻസ് വി കനോട്ട് പോസിബിളി വിഷ് സക്സസ് ടു യുവർ ആംസ്, ബട്ട് അവേഴ്സ് ഇസ് എ യുണീക് പൊസിഷൻ. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് വൈ യുവർ ആക്ട്സ് ആർ മോൺസ്ട്രസ്, അതിനുള്ള എക്സാമ്പിൾസ് എല്ലാം നൽകി എന്നിട്ട് പറയുവാണ് അതുകൊണ്ട് സോ ഐ കാൺ ഗിവ് യു സക്സസ് ടു യുവർ ആംസ്. നിങ്ങളുടെ ഈ പ്രവൃത്തികൾക്ക്, നിങ്ങളുടെ ഈ ഡീഡ്സ്, ആക്ഷൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ഒരിക്കലും സക്സസ് നൽകുവാനായിട്ട്, വിജയാശംസകൾ നൽകുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഐ വിൽ നോട്ട് സേ ഗുഡ് ലക്ക് ടു യു, ഐ വിൽ നോട്ട് സേ സക്സസ്, ഐ വിൽ നോട്ട് വിഷ് സക്സസ് ടു യുവർ ആംസ്. നിങ്ങളുടെ ആയുധപ്പുരകൾക്ക് ഞാൻ ഒരിക്കലും വിജയാശംസകൾ നേരുകയില്ല. ബട്ട് അവേഴ്സ് ഇസ് എ യുണീക്ക് പൊസിഷൻ. എന്നാൽ ഞങ്ങളുടെ പൊസിഷൻ, ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി യുണീക്ക്. യുണീക്ക് മീൻസ് having a speciality അല്ലെങ്കിൽ having some special features, സവിശേഷമായ രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഞങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം യുവർ പൊസിഷൻ, യുവർ മെത്തേഡ്. നിങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങൾക്കുള്ളത്. എന്താ ഞങ്ങളുടെ പൊസിഷൻ, ഞങ്ങളുടെ മെത്തേഡ്? ഇവിടെ കാണാൻ സാധിക്കുന്നത് we resist British imperialism no less than Nazism. If there is a difference, it is in degree. ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് we resist ആക്ച്വലി ഞങ്ങൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എങ്ങനെയാണോ നാസിസത്തെ എതിർക്കുന്നത് അത്രയും ശക്തമായിട്ട് തന്നെയാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെയും എതിർക്കുന്നത്. നോ ലെസ് ദാൻ മീൻസ് സർപ്രൈസിംഗ്ലി ലാർജർ ദാൻ. അതൊരു പക്ഷേ നാസിസത്തിനെക്കാളും ശക്തമായിട്ട് ഞങ്ങൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ്, ഇറ്റ് ഇസ് ഡിഗ്രി. 1/5 of the human race has been brought under the British heel by means that will not bear scrutiny. Scrutiny means examine, അതായത് വിത്തൗട്ട് എനി ഡൗട്ട്, അൺക്വസ്റ്റ്യനബിൾ ട്രൂത്ത്, അതായത് ഒരു ചോദ്യത്തിനും ഒരു വശമില്ലാതെ അല്ലെങ്കിൽ സംശയമന്യ ഒരു കാര്യവും പറയാൻ സാധിക്കും. ഹ്യൂമൻ റേസ്, മനുഷ്യവംശത്തിലെ 1/5 ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാണ്. ഒരു സമയത്ത് നമുക്കറിയാം സൂര്യൻ അസ്തമിക്കാത്ത നാട് അല്ലെങ്കിൽ രാഷ്ട്രം എന്നൊക്കെയാണ് നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നേഷനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് സംശയമന്യ ഒരു കാര്യം പറയാൻ സാധിക്കും, മാനവവംശത്തിലെ 1/5 ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാണ്. ദാറ്റ് ഈസ് right thing. Our resistance to it does not mean harm to the British people. എന്നാൽ ആ ബ്രിട്ടീഷ് ജനതയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ഹാം ടു ദ ബ്രിട്ടീഷ് പീപ്പിൾ. ബ്രിട്ടീഷ് ജനതയെ ഒരു തരത്തിലും ഉപദ്രവിച്ചു കൊണ്ടല്ല ഞങ്ങൾ പ്രതിരോധം തീർത്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരെ ഉപദ്രവിച്ചു കൊണ്ടല്ല, അവരെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ആശയത്തോടെ അല്ല. വി സീക്ക്
to convert them, not to defeat them on the battlefield. അതായത് ബ്രിട്ടീഷ് ജനത, ബ്രിട്ടീഷ് പീപ്പിൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് റോയൽ ഫാമിലി അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്താ പറയുക കിങ് ആൻഡ് ക്വീൻ, രാജാവിനെയൊക്കെ യുദ്ധഭൂമിയിൽ വെച്ച് അവരെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുക എന്നതല്ല നമ്മുടെ രീതി. വി സീക്ക് ടു കൺവേർട്ട് ദം. ഞങ്ങൾ അവരെ എന്താ ചെയ്യുക, കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ മനസ്സിനെ മാറ്റുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വി വുഡ് ലൈക്ക് ടു ട്രാൻസ്ഫോം ദെയർ മൈൻഡ്. അവരുടെ മനസ്സിനൊന്ന് രൂപമാറ്റം നടത്തി, മനസ്സിനെ മാറ്റിക്കൊണ്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നും അവരെ ഓടിക്കുക, പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അവർ യുണീക്ക് പൊസിഷൻ. അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി, ഞങ്ങളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഹി കണ്ടിന്യൂസ് in the letter. Ours is an unarmed revolt against the British rule. ഞങ്ങളുടെ റിവോൾട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂൾ, അതായത് ബ്രിട്ടീഷ് റൂളിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് ആൻ ആക്ച്വലി അൺആംഡ് ആണ്. അൺആംഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയുധമില്ലാത്ത തരത്തിലുള്ള ഒരു വിപ്ലവമാണ് ഞങ്ങൾ ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് വെദർ വി കൺവേർട്ട് ദം ഓർ നോട്ട്, വി ആർ ഡിറ്റർമിൻഡ് ടു മേക്ക് ദെയർ റൂൾ ഇംപോസിബിൾ ബൈ നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ. സോ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കുക, ഈ സെൻറ്റൻസ് ഒന്ന് മനസ്സിലാക്കി തന്നെ വയ്ക്കുക. സോ ഇവിടെ പറയുന്നത് ബട്ട് വെദർ വി കൺവേർട്ട് ദം ഓർ നോട്ട്, ഞങ്ങൾ അവരെ കൺവേർട്ട് ചെയ്യുകയോ ഇല്ലയോ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഈ പ്രവൃത്തികൾ കൊണ്ട്, ഞങ്ങളുടെ ആയുധം ഇല്ലാത്ത തരത്തിലുള്ള ഞങ്ങളുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് ഒരു പക്ഷേ അവരുടെ മനസ്സിനെ മാറ്റും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറില്ലായിരിക്കും. ബട്ട് വി ആർ ഡിറ്റർമിൻഡ്, ഞങ്ങൾ ഉറച്ചിരിക്കുന്നു, ഞങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കുകയാണ് ഒരു കാര്യത്തിൽ എന്നാണ്. ടു മേക്ക് ദെയർ റൂൾ ഇംപോസിബിൾ ബൈ നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ. അതായത് നോൺ വയലൻസ് മീൻസ് വിത്തൗട്ട് എനി വയലൻസ്, അഹിംസയിലൂടെ, അതായത് രാഹിത്യ മാർഗങ്ങളിലൂടെ, നോൺ കോപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ അവരുടെ ഭരണത്തെ അസാധ്യമാക്കുകയാണ്. അതായത് അവരെന്താണോ പറയുന്നത്, അവരുടെ നിയമം എന്താണോ അതിന് ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിസ്സഹകരണത്തിലൂടെ പാലിക്കുകയില്ല, നടപ്പിലാക്കുകയില്ല. സോ ദാറ്റ് ഈസ് അവർ ഐഡിയോളജി, ദാറ്റ് ഈസ് അവർ മെത്തേഡ്. So please remember, through non-violence and non-cooperation, we are determined to make British rule impossible. ഈ രാജ്യത്ത് ബ്രിട്ടീഷ് റൂൾ നടപ്പിലാക്കാതിരിക്കുവാനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന 2 മെത്തേഡ്സ് ആണ്, നോൺ വയലൻറ്റ് മെത്തേഡ് ആൻഡ് ദ അതർ വൺ, ദ നെക്സ്റ്റ് ഈസ് നോൺ കോപ്പറേഷൻ. സോ ഇതൊക്കെ നമ്മൾ മുൻപേ നമ്മുടെ സ്കൂളിംഗ് ടൈമിലൊക്കെ പഠിച്ച കാര്യമാണ്, ഗാന്ധിജിയുടെ ഈ മെത്തേഡ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ ഇറ്റ്സ് നേച്ചർ ഇൻഡെഫെൻസിബിൾ. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡെഫെൻസിബിൾ ആണ്. ഇൻഡെഫെൻസിബിൾ എന്ന് പറഞ്ഞാൽ അൺഗാർഡഡ്, അതായത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇറ്റ് മീൻസ് നോട്ട് ഏബിൾ ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് അറ്റാക്ക്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആയുധമൊന്നും ഇല്ലാത്ത, ആയുധമേന്താത്ത ഒരു രീതിയാണ് ഈ നോൺ വയലൻസും നോൺ കോപ്പറേഷനും എന്ന് പറയുന്നത്. സോ വി ആർ നോട്ട് അറ്റ് ഓൾ ആക്ച്വലി holding any kind of weapons or arms and ammunitions. It is based on the knowledge that no spoliator can compass his end without a certain degree of cooperation, willing or compulsory of the victim. അതായത് അതൊന്ന് മനസ്സിലാക്കുക. അത് പറയുന്നത് ഇതെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു അറിവിൻ്റെ പുറത്താണ് ഞങ്ങളുടെ ഈ നോൺ കോപ്പറേഷൻ, നോൺ വയലൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് മുന്നോട്ട് പോകുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നോളജ് ദാറ്റ് നോ സ്പോളിയേറ്റേഴ്സ്. സ്പോളിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ നശിപ്പിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കൊല്ലുന്നവൻ എന്നൊക്കെ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പ്ലണ്ടറർ. സോ ഈ ഒരു നശിപ്പിക്കുന്നവന് ആക്ച്വലി ഈ വിക്ടിമിൻ്റെ, അതായത് പീഡിതൻ്റെ ചെറിയൊരു അളവ്, ചെറിയ അംശമെങ്കിലും ഈ പീഡിതൻ്റെ ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക വില്ലിങ്നെസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പീഡിതനെ അല്ലെങ്കിൽ ഇരയെ
നശിപ്പിക്കുവാനോ പീഡിപ്പിക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു അളവിലെങ്കിലും ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു വില്ലിങ്നെസ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വ്യക്തിയെ പീഡിപ്പിക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നില്ല? വി ആർ നോട്ട് ഓൾ ഗിവിങ് എനി കൈൻഡ് ഓഫ് വില്ലിങ്നെസ് ഓർ കോപ്പറേഷൻ ടു ദ ബ്രിട്ടീഷ് പീപ്പിൾ, ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ നമ്മൾ നമ്മുടേതായ വില്ലിങ്നെസ്, നമ്മുടേതായ കോപ്പറേഷൻ കൊടുക്കാത്തിടത്തോളം കാലം നമ്മെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? നശിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ കൊള്ളയടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സോ ഈ ഒരു നോളജിൻ്റെ ബേസിലാണ് ഞങ്ങളുടെ ഈ മെത്തേഡ്സ് ആയ നോൺ വയലൻസും നോൺ കോപ്പറേഷനും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സെൻറ്റൻസ്. ഓക്കെ, സോ ദ ലെറ്റർ കണ്ടിന്യൂസ്. Our rulers may have our land and bodies, but not our souls. ഗാന്ധിജിയുടെ ഒരു എന്താ പറയുക ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് നിങ്ങൾ നോക്കുക. അവർ റൂളേഴ്സ് മേ ഹാവ് അവർ ലാൻഡ് ആൻഡ് ബോഡീസ്. ഒരു പക്ഷേ നമ്മെ റൂൾ ചെയ്യുന്ന ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിന് ഒരു പക്ഷേ നമ്മുടെ ഞങ്ങളായിരിക്കുന്ന ഈ ഭൂമിയും ഞങ്ങളുടെ ജീവൻ വഹിക്കുന്ന ഈ ശരീരവും ചിലപ്പോൾ എടുക്കാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, ഇൻവേഡ് ചെയ്യാൻ, കോൺക്യൂർ ചെയ്യുവാൻ, നേടുവാനായിട്ട് സാധിക്കും. ബട്ട് നോട്ട് അവർ സോൾസ്. പക്ഷേ ഞങ്ങളുടെ ആത്മാവിനെ കീഴടക്കുവാൻ സാധിക്കില്ല. ഞങ്ങളുടെ ഈ ഭൂമിയും ഞങ്ങളുടെ ശരീരത്തെ കീഴടക്കുവാൻ, നശിപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. ദേ ക്യാൻ ഹാവ് ദ ഫോമർ ഓൺലി ബൈ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് എവറി ഇന്ത്യൻ മാൻ, വുമൺ ആൻഡ് ചൈൽഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ലാൻഡും ഞങ്ങളുടെ ബോഡീസും ഒക്കെ കിട്ടും. പക്ഷേ അവ കിട്ടണമെങ്കിൽ, അവ കൈയടക്കണമെങ്കിൽ ബൈ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, പൂർണ്ണ നശീകരണത്തിന് ശേഷം, പൂർണ്ണ നാശം വിതച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഓരോ ഇന്ത്യക്കാരനായ അവസാന പുരുഷനെ, അവസാന സ്ത്രീയെ, അവസാന കുഞ്ഞിനെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ഈ ഭൂമിയും ഞങ്ങളുടെ ഈ സ്വത്തിനെയുമൊക്കെ അവർക്ക് കിട്ടുകയുള്ളൂ, അവർക്ക് നേടുവാൻ കഴിയുകയുള്ളൂ. That all may not rise to that degree of heroism, and that a fair amount of frightfulness can bend the back of revolt is true, but the argument would be beside the point. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഒരു പക്ഷേ ആ ഒരു ഹീറോയിസത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ലായിരിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ആർഗ്യുമെൻറ്റ് വുഡ് ബി ബിസൈഡ് ദ പോയിന്റ്. പക്ഷേ ആക്ച്വലി ഞാനീ പറഞ്ഞത് കൃത്യമാണ്, അത് സത്യമാണ് എന്നാണ് ഇവിടെ അത് വളരെ ഷോർട്ട് ചെയ്ത് പറയാൻ സാധിക്കുക. So next, towards the end of the first portion, for if a fair number of men and women be found in India who would be prepared without any ill will against the spoliators to lay down their lives rather than bend the knee to them, they would have shown the way to freedom from the tyranny of violence. സോ ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ നമ്പർ ഓഫ്, ഫെയർ മീൻസ് എനഫ് നമ്പർ ഓഫ്, കുറച്ചധികം സ്ത്രീകളും കുട്ടികളും ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതനുസരിച്ച്, അതായത് വരാൻ പോകുന്ന ഈ വലിയൊരു അക്രമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ അവരുടെ ജീവിതങ്ങൾ, അവരുടെ ശരീരവും അവരുടെ ജീവിതവും എന്ത് ചെയ്യുക, ദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ആ മഹത് വഴിയിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. ഫ്രം ദ tyranny ഓഫ് വയലൻസ്. അപ്പോൾ ഈ അക്രമത്തിൽ നിന്നും, അക്രമ മാർഗങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? കുറച്ച് അധികം സ്ത്രീകളും പുരുഷന്മാരും അവരുടെ മുട്ടുകൾ മടക്കാതെ, അതായത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പിൽ കീഴടങ്ങാതെ, മുട്ടുമടക്കാതെ അവരുടെ ജീവൻ ബ്രിട്ടീഷ് റൂളിന് മുമ്പിൽ വലിച്ചെറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്രമത്തിൽ നിന്നും, അക്രമ മാർഗത്തെ വിട്ടുകൊണ്ട്, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറുവാൻ സാധിക്കും. Next, I ask you to believe me when I say that you will find an unexpected number of such men and women in India. They have been having that training for the past 20 years. So ഇവിടെ ഗാന്ധിജി വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു കാര്യം പറയുവാണ്.
ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. യു ഹാവ് ടു ബിലീവ് മീ ദാറ്റ് വാട്ട് ഐ എം ഗോയിങ് ടു സേ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അതായത് അൺഎക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് സച്ച് മെൻ ആൻഡ് വിമൻ ഇൻ ഇന്ത്യ. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതായത് കുറച്ചധികം പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ജീവൻ ബ്രിട്ടീഷ് റൂളിന് മുമ്പ്, ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പിൽ വലിച്ചെറിയുകയാണെങ്കിൽ, വിട്ടുകൊടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട്, അതായത് ബ്രിട്ടീഷ് റൂളിന് മുമ്പിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് എന്തും വരട്ടെ എന്നുള്ള ഭാവത്തോടെ മുന്നിട്ടിറങ്ങുന്ന ഒത്തിരി പുരുഷന്മാരും സ്ത്രീകളും അൺഎക്സ്പെക്റ്റഡ്, അതായത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട്, അതായത് അസംഖ്യം സ്ത്രീ പുരുഷന്മാർ നമ്മുടെ ഈ ഭാരതത്തിൽ ഇന്ന് ഉണ്ട് എന്ന് അദ്ദേഹം ശക്തമായിട്ട് ഗാന്ധിജി പറയുകയാണ്. ഓക്കെ, ദേ ഹാവ് ബീൻ ഹാവിങ് ദാറ്റ് ട്രെയിനിങ് ഫോർ ദ പാസ്റ്റ് 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് അത്തരത്തിലുള്ള പരിശീലനത്തിൽ എൻ്റെ ഇന്ത്യൻ ജനത, ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് എന്തും വന്നോട്ടെ, എന്തും ഭവിച്ചോട്ടെ, എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അസംഖ്യം പുരുഷന്മാരും സ്ത്രീകളും ഈ ഇന്ത്യയിൽ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പരിശ്രമം കഴിഞ്ഞ 20 years ആയിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ലഭിച്ചുകൊണ്ടിരിക്കുന്നു. So dear students, I would like to stop here. This is actually just the first portion of the letter to Adolf Hitler. I hope you understand this tutorial video session. If you have any doubt, just contact me. And in the next session, I think we can complete the next portion of the letter to Adolf Hitler. Okay, so for the time being, I would like to wind up this session.